ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ അനുഗ്രഹീത പ്രഭാത തിരുവചന ധ്യാനത്തിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് ഒന്നാം സ്ഥാനം നൽകുവാനും അവിടുത്തെ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാനും വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മെ പഠിപ്പിക്കട്ടെ. സ്വർഗസ്ഥ പിതാവാം ദൈവമേ, തമ്പുരാനെ, ഈ മനോഹരമായ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ വിശുദ്ധ വചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളോട് സംസാരിക്കണമേ. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അങ്ങയുടെ സാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. അങ്ങയുടെ സമാധാനവും വിശ്രമവും ഞങ്ങളുടെ ജീവിതങ്ങളെ നയിക്കുമാറാകണമേ, നിറയ്ക്കുമാറാകണമേ. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 31 അധ്യായം 12 മുതൽ 18 വരെയുള്ള തിരുവചന ഭാഗമാണ്. യഹോവ പിന്നെയും മോശയോട് കൽപ്പിച്ചത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, നിങ്ങൾ എൻ്റെ ശബ്ബത്തുകളെ ആചരിക്കണം. ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു എന്നറിയേണ്ടതിന് അത് തലമുറ തലമുറയായി എനിക്കും നിങ്ങൾക്കും മധ്യേ ഒരു അടയാളമാകുന്നു. അതുകൊണ്ട് നിങ്ങൾ ശബ്ബത്ത് ആചരിക്കണം. അതു നിങ്ങൾക്ക് വിശുദ്ധമാകുന്നു. അതിനെ അശുദ്ധമാക്കുന്നവൻ മരണശിക്ഷ അനുഭവിക്കണം. ആരെങ്കിലും അന്നു വേല ചെയ്താൽ അവനെ അവൻ്റെ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് ഛേദിച്ചു കളയണം. 6 ദിവസം വേല ചെയ്യണം. എന്നാൽ 7-ാം ദിവസം സ്വസ്ഥമായുള്ള ശബ്ബത്തായി യഹോവയ്ക്ക് വിശുദ്ധമാകുന്നു. ആരെങ്കിലും ശബ്ബത്തു നാളിൽ വേല ചെയ്താൽ അവൻ മരണശിക്ഷ അനുഭവിക്കണം. ആകയാൽ ഇസ്രായേൽ മക്കൾ തലമുറ തലമുറയായി ശബ്ബത്തിനെ നിത്യ നിയമമായി ആചരിക്കേണ്ടുന്നതിന് ശബ്ബത്തിനെ പ്രമാണിക്കണം. അത് എനിക്കും ഇസ്രായേൽ മക്കൾക്കും മധ്യേ എന്നേക്കും ഒരു അടയാളമാകുന്നു. 6 ദിവസം കൊണ്ടല്ലോ യഹോവ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയത്. 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു വിശ്രമിച്ചു. അവൻ സീനായി പർവ്വതത്തിൽ വെച്ച് മോശയോട് അരുളി ചെയ്തു കഴിഞ്ഞതിന് ശേഷം ദൈവത്തിൻ്റെ വിരൽ കൊണ്ട് എഴുതിയ കൽപ്പലകകളായ സാക്ഷ്യപ്പലകകൾ 2 അവന്റെ പക്കൽ കൊടുത്തു. ആമീൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചന ഭാഗത്തിൽ ദൈവം ശബ്ബത്ത് ദിനത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ശബ്ബത്ത് വെറും വിശ്രമത്തിനുള്ള ദിവസമല്ല, അത് ദൈവത്തോടുള്ള ബന്ധം പുതുക്കുന്നതിനുള്ള വിശുദ്ധ സമയമാണ്. മനുഷ്യൻ ജോലി ചെയ്യുവാൻ സൃഷ്ടിക്കപ്പെട്ടവനാണ്. എന്നാൽ വിശ്രമിക്കുവാനും ദൈവ സാന്നിധ്യത്തിൽ നിൽക്കുവാനും സൃഷ്ടിക്കപ്പെട്ടവനുമാണ്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ നാം പലപ്പോഴും ദൈവത്തോടൊപ്പം ചിലവഴിക്കേണ്ട സമയം നഷ്ടപ്പെടുത്തുന്നു. ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം ദൈവ സാന്നിധ്യത്തിൽ ചിലവഴിക്കുന്ന സമയങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഭാഗത്തിൻ്റെ അവസാനം ദൈവം തൻ്റെ വിരലാൽ എഴുതിയ 2 കൽപ്പലകകൾ മോശയ്ക്ക് നൽകുന്നു. ഇത് ദൈവവചനത്തിൻ്റെ വിശുദ്ധിയെയും സ്ഥിരതയെയും വെളിപ്പെടുത്തുന്ന ഒന്നാണ്. ഇന്ന് ദൈവം തൻ്റെ വചനം നമ്മുടെ കല്ലായിട്ടുള്ള ഹൃദയങ്ങളിലല്ല, ജീവിക്കുന്ന ഹൃദയങ്ങളിൽ എഴുതുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ ഓരോ ദിവസവും ദൈവത്തിനായി സമയം മാറ്റിവെക്കുന്നുണ്ടോ? ദൈവവചനം എൻ്റെ ജീവിതത്തെ നയിക്കുന്നുണ്ടോ? ദൈവ സാന്നിധ്യത്തിൽ വിശ്രമിക്കുവാൻ ഞാൻ പഠിച്ചിട്ടുണ്ടോ? പ്രിയ ദൈവമക്കളെ, ദൈവത്തോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും
നമ്മുടെ ആത്മാവിന് പുതിയ ശക്തി നൽകുന്നു. അവിടുത്തെ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയായി മാറട്ടെ. ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് അവിടുന്ന് സംസാരിച്ചതിനായി ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിലും അങ്ങേയ്ക്കായി സമയം മാറ്റിവെക്കുവാൻ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ. അങ്ങയുടെ സമാധാനത്തിലും വിശ്രമത്തിലും ഞങ്ങളെ അവിടുന്ന് നടത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ജോലികളെയും പഠന മേഖലകളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളിലെ രോഗികളായവർക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമാറാകണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ നിറയ്ക്കട്ടെ. ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികാട്ടിയാകട്ടെ. കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും സമൃദ്ധിയായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.